അങ്ങനെ ഞായറാഴ്ച രാവിലെ ഇന്ത്യൻ സമയം 4 മണിക്ക് സിറിയ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഏകാധിപതി, 50 വർഷത്തോളമാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്, അതിനുശേഷം 24 വർഷത്തോളം ബഷാർ അൽ അസാദ് ഭരിച്ചുകൊണ്ടിരുന്ന സിറിയ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ റെജീം പൂർണ്ണമായിട്ടും ചേഞ്ചായി. കാരണം വലിയ ആഹ്ലാദമാണ് നടക്കുന്നത്. ലോകരാജ്യങ്ങളെല്ലാം ആസാദിൻ്റെ ആ അടികിട്ടി ഒളിച്ചോടിപ്പോയത് ആഘോഷിക്കുകയാണ്. മനസ്സിലാക്കുക, ഏകദേശം 2.5 കോടി ജനങ്ങളാണ് സിറിയയിൽ നിന്നും കഴിഞ്ഞ ഒരു ഡേക്കേഡ് 10-12 വർഷം കൊണ്ട് നടക്കുന്ന സിവിൽ വാറിൽ ഡിസ്പ്ലേസ്ഡ് ആയി പോയത്. അതിലേറ്റവും കൂടുതൽ പോയിരിക്കുന്നത് സിറിയ ടർക്കി ബോർഡറിലുള്ള ആ ബോർഡർ ഭാഗത്താണ്. നോർത്ത് റീജിയനിൽ ഏകദേശം 30 ലക്ഷം പേരാണ് അവിടെ ഉള്ളത് എന്നാണ് ഏകദേശ കണക്കുകൾ പറയുന്നത്. ലെബനനിലുണ്ട് ഏകദേശം 2 മില്യൺ, ഏകദേശം 20 ലക്ഷം. അങ്ങനെ പല അറേബ്യൻ രാജ്യങ്ങളും യൂറോപ്പിലൊക്കെ ഇവർ അഭയാർത്ഥികളായിട്ട് പോയൊരു സംഭവമാണ്. ഏറ്റവും ക്രൂരനായ ഭരണാധികാരി, അതായത് ഈ അസാദ്, അവിടെ കാട്ടിക്കൂട്ടിയത്. ഇദ്ദേഹം ബേസിക്കലി ഒരു ഡോക്ടറാണ്, ഈ കണ്ണിൻ്റെ വിദഗ്ധനായ ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ച ശേഷം ഇയാൾ സ്വയമേ ഭരണാധികാരിയായിട്ട് ഒരു മോഡറേറ്റ് ആയിട്ടാണ് ഇദ്ദേഹം തുടക്കം കുറിച്ചത്. അതാണ് തമാശ എന്ന് പറയുന്നത്. പിന്നീട് അവിടെ എല്ലാ രീതിയിലും എലക്ഷനും ജനാധിപത്യം മുഴുവനും അട്ടിമറിച്ച്, അത് നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിലെ ജനാധിപത്യം എന്നൊക്കെ പറയുന്ന പേരിനേ ഉള്ളൂ. എന്തൊക്കെ പേരിന് ജനാധിപത്യം എന്ന് പറയുന്നല്ലാതെ എലക്ഷനുമില്ല, ഒന്നുമില്ല. എല്ലാം പേരിന് മുഴുവൻ റിഗ് ചെയ്ത് അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോയി. ലോകത്തെല്ലാ രാജ്യങ്ങളും സിറിയ എന്ന് പറഞ്ഞ രാജ്യം, അവിടുത്തെ ഭരണാധികാരിയെ അയാൾ പോകണം എന്ന് തന്നെ ആവശ്യപ്പെട്ടു. അതിനകത്ത് ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്, ഒക്ടോബർ 7 ഹമാസ് ഇത് ചെയ്ത സമയത്ത് ലോകത്തൊരു രാജ്യങ്ങളും പ്രതീക്ഷിച്ച് കാണത്തില്ല ഈ അറേബ്യൻ രാജ്യങ്ങളുടെ വിധി ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അന്നേ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞൊരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞു, അറബിൻ്റെ ജിയോ പൊളിറ്റിക്സും അതിൻ്റെ അതിർത്തിയും പൂർണ്ണമായിട്ടും ഇസ്രായേലും മാറ്റും. അത് തന്നെയാണ് നമ്മൾ കണ്ടു. അതിനുശേഷം ഗാസയിൽ എന്താണ് സംഭവിച്ചത്, ഇറാനിൽ എന്താണ് സംഭവിച്ചത്, ലെബനിൽ ഹിസ്ബുള്ളയിൽ എന്താണ് സംഭവിച്ചത്, അവസാനം സിറിയയിൽ സംഭവിച്ചു. അപ്പോൾ ഈ പറയുന്ന ഇറാനൊക്കെ പറയുന്നത് ഇസ്രായേലിലെ ഭൂമുഖത്തു നിന്ന് മാറ്റിക്കളയുന്നതൊക്കെ എത്രയോ വീരവാദങ്ങൾ അവർ തട്ടിവിട്ടത്. ഇതൊക്കെ ചുമ്മാ വീരവാദങ്ങളായിരുന്നു. ഇതിനെക്കൊണ്ട് യാതൊരു കേപ്പബിലിറ്റിയും കഴിവോ മിലിറ്ററിയോ കേപ്പബിലിറ്റിയോ ഇല്ലാത്ത രാജ്യങ്ങളാണ് ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം തന്നെ. ഇതൊക്കെ ഇവർ ഈ പറയുന്നതൊക്കെ പൊങ്ങച്ച പഠിച്ച് പറയുന്നതേ ഉള്ളൂ. ഇവർക്കൊരു വാർ ഫ്രണ്ടുമായിട്ട്, അതായത് മനസ്സിലാക്കുക, സിറിയ എന്ന് പറഞ്ഞ പട്ടാളത്തും അവിടെ പട്ടാളമുള്ള രാജ്യമാണ്. കാരണം അവിടുത്തെ സാങ്ഷനും ആ രാജ്യത്തിൻ്റെ എക്കോണമി മുഴുവനും തകർന്ന് നാശമായി. അപ്പോൾ അവർക്ക് പട്ടാളത്തിന് കൊടുക്കാൻ പോലും സാലറി ഇല്ലാതായി. കാരണം ഇൻഫ്ലേഷൻ ഹൈ ആയ സാധനങ്ങളിൽ, കാരണം ജനജീവിതം എന്ന് പറഞ്ഞ് ദുരിതമായി മാറി. എന്നാൽ അറേബ്യൻ രാജ്യത്തെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാർഷിക അഭിവൃദ്ധിയുള്ള യൂഫ്രട്ടീസ് നദി അത് പോകുന്നത് വഴിയാണ് പോകുന്നത്. അലേപ്പോ എന്ന് പറയുന്ന ആ സിറ്റിയെ പറ്റി പറയുന്ന ഏൻഷ്യൻ സിറ്റി എന്നാണ് പറയുന്നത്. സിറിയയിലെ പല സിറ്റികളും അതിൻ്റെ അകത്ത് ബിബ്ലിക്കലും ഈ സെമറ്റിക് മതങ്ങളുമായി ചേർന്ന സ്ഥലങ്ങളും പാർട്ടുകളുമാണ് ഇത് മുഴുവനും. കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യൻസ്, അതിൻ്റെ ചരിത്രം സിറിയയുമായിട്ട് ഡമാസ്കസുമായിട്ട് ചേർന്ന് കിടക്കുന്നതാണ്. അപ്പം ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഈ അറബ് രാജ്യങ്ങളിൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് വലിയ പൂജ്യമായിട്ടൊക്കെ മാറും. കാരണം ഇന്ന് കാണുന്ന ആളെ ഇതെവിടെ നിൽക്കുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. അപ്പം അതിനകത്ത് സക്സസ്ഫുള്ളി ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന UAE മാത്രം, ഉറപ്പായിട്ട് സൗദി അറേബ്യ. കാരണം ഈ 2 രാജ്യങ്ങളും റിഫോമിസ്റ്റിക് കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്. ഇപ്പം നമുക്ക് നോക്കാം, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അടികിട്ടിയതാണ് മനസ്സിലാക്കുക. ഇവിടെ ഇന്ന്, അതായത് ഞായറാഴ്ച ഇന്ത്യൻ സമയം 4 മണിക്ക് അവിടെ റിബൽസ് ആയിട്ടുള്ള HTS ഗ്രൂപ്പ് അവിടെ ഡമാസ്കസ് സിറ്റി പിടിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ദിവസം മുമ്പ് ദോഹയിൽ വെച്ച് ചർച്ച നടക്കുകയാണ്. റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ ലാവറോവ്, സിറിയയുടെ അവിടുത്തെ അംബാസിഡർ, ദോഹയിലെ അംബാസിഡർ, അതേപോലെ തന്നെ ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ, ഇവരെല്ലാം കൂടി ഡിസ്കസ് ചെയ്യുക ഏത് രീതിയിലാണ് ഇത് തടയാൻ, ഈ HTS അകത്തോട്ട് കയറി തടയാൻ എന്താണ് ഒരു വഴി.
ഇതിനെപ്പറ്റിയാണ് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരുന്നത്. അവർ ഡിസ്കഷൻ അങ്ങോട്ട് നടത്തി കഴിയുമ്പോഴാണ് 4 മണിക്ക്, ഇന്ത്യൻ സമയം 4 മണിക്ക് ഡമാസ്കസ് സിറ്റി കയറി പിടിക്കുന്ന. ആ സമയത്ത് ആസാദ് അവിടുന്ന് അവസാനത്തെ ഫ്ലൈറ്റ് ഡമാസ്കസ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പോകുന്നു. അത് അതിൻ്റെ അത് കാണിക്കുന്നുണ്ട് ഈ ഏവിയേഷൻ ഇതിനകത്ത്. അത് ഒരു പ്രത്യേക ഭാഗത്ത് പോയിട്ട് വേറെ റൂട്ടിൽ തിരിഞ്ഞു പോയി, പിന്നെ എവിടെ പോയെന്ന് അറിയത്തില്ല. അതിനെപ്പറ്റി പറയുന്നത് ഇയാൾ ദോഹയിലാണ് ഇറങ്ങിയത്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് ഖത്തർ നടത്തിയ ഒരു വലിയ കബളിപ്പീരും കള്ളത്തരവും ഉണ്ടായിരുന്നു. കാരണം ഖത്തറിൻ്റെ ആദ്യം പറഞ്ഞു ഖത്തറിൻ്റെ അൽജസീറ എന്ന് പറഞ്ഞാൽ ഖത്തർ ഗവൺമെൻറ്റിൻ്റെയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഒരു കാരണവശാലും HTS എന്ന് പറയുന്ന ഗ്രൂപ്പിന് ഇവിടെ പിടിക്കാൻ പറ്റത്തില്ല, ഡമാസ്കസ് പിടിക്കാൻ പറ്റത്തില്ല, ആസാദിനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല, റഷ്യ അടിക്കും, ഇറാൻ സപ്പോർട്ട് ചെയ്യും, കുടച്ചൊക്കെ വെച്ച് ഞാൻ അവിടെ ഡിബേറ്റ് കാണുന്നുണ്ട്. അതായത് ഖത്തർ ഗവൺമെൻറ് ഒരു സ്റ്റാൻഡ് അതായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവിടെ അടിച്ചു കയറി അസാദ് അവിടുന്ന് തെറിച്ചു, ആ സിറ്റി അവിടെ പിടിച്ചു. ലോകം മുഴുവനും ഈ അസാദിൻ്റെ പോക്കിനെ, അസാദിൻ്റെ കീഴടങ്ങൽ തകർന്നു പോയതിനെ അവരേറ്റവും കൂടുതൽ പ്രോത്സാഹനം അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഖത്തറാണ് ഏറ്റവും പെട്ടുപോയത്. അവസാനത്തെ നിങ്ങൾ നോക്കുക, എന്താണ് ഇറാൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്? പുതിയ ഭരണാധികാരിയുമായിട്ട് യോജിച്ച് പോകാൻ തയ്യാറാണ്. ഒരു കാര്യം വ്യക്തമായി, ഹിസ്ബുള്ളയ്ക്ക് സ്വാധീനമുണ്ടായിരുന്ന മേഖലയായിരുന്നു സിറിയ, ലെബനനിൽ അതായത് നാശമാക്കി സിറിയയിലുണ്ടായിരുന്ന എല്ലാവരും കൂടെ വീണ്ടും ലെബനിലോട്ട് പോയി. കാരണം അവിടെ നിൽക്കുവാണെങ്കിൽ ഈ പറയുന്ന HTS എന്ന് പറയുന്ന ഇവന്മാരെ തൊലച്ച് കളയും. അപ്പം അതിൻ്റെ അകത്ത് ഈ റിബൽ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അയാൾ പറഞ്ഞൊരു സംഭവമുണ്ട്, അതായത് ജ്വലാനി. അപ്പോൾ അയാൾക്ക് 42 വയസ്സുണ്ട്. അയാൾ പറഞ്ഞൊരു സംഭവമുണ്ട്, ഈ സിറിയയിലുള്ള ഷിയ പള്ളികളും അവരുടെ പുണ്യപുരാതനമായ സംഭവങ്ങളെ ഇവർ അറ്റാക്ക് ചെയ്യത്തില്ല. അപ്പം ആ രീതിയിലാണ് ഒരു കാര്യം. അപ്പം അടുത്ത വീഡിയോയിൽ ഈ ജ്വലാനിയുടെ പ്രൊഫൈൽ ഞാൻ ചെയ്യാം, ആരാണ് ഇയാൾ, എങ്ങനെയാണ് സമ്പാദ്യം, അത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം മനസ്സിലാക്കേണ്ട ഒരു പാഠമുണ്ട് നമ്മൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ടത്. ഇസ്രായേലിനെയാണ് ഇവർ ഹമാസ് കയറി അറ്റാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സിറിയയും ഈ ഹമാസിൻ്റെ ഒക്കെ കൂടെ നിൽക്കുന്ന, കാരണം എങ്ങനെയും ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യണം, കാരണം ഈ അറ്റാക്ക് ചെയ്യണം. അപ്പം സിറിയയുടെ താല്പര്യം, കാരണം അവരുടെ ഒരു ഭാഗമുണ്ട് ഗോലൻ ഹൈറ്റ്സ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്, നിങ്ങൾ 6 Day War നിങ്ങൾ വായിച്ചു കാണും, അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിഞ്ഞു കാണും. 6 ദിവസം കൊണ്ടാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം 3ഓളം രാജ്യങ്ങളെ തൊലച്ച് നാശമായി കളയുന്നത്. ഈജിപ്റ്റ്, സിറിയ, ജോർദാൻ 6 ദിവസം കൊണ്ട് വാർ തീർത്ത് അവർ ജയിച്ചു കളഞ്ഞു. ഇത് സംഭവം വളരെ സിമ്പിളായിട്ട് ഇവർ ഗാസയെ കയറി അടിക്കുന്നു ഇസ്രായേലിൽ, കാരണം റിട്ടാലിയേറ്റ് ചെയ്യുന്നു. തിരിച്ച് അവർക്ക് അനുകൂലമായിട്ട്, ഹമാസിന് അനുകൂലമായിട്ട് ഹിസ്ബുള്ള ഫയർ ചെയ്യുന്നു. അതോടുകൂടി ഈ വാറിൻ്റെ പിക്ചർ നിങ്ങൾക്ക് പഴയ എൻ്റെ വീഡിയോ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന് ഇസ്രായേൽ തക്കതായ പരിഹാരം ഇവർക്കെല്ലാം കൊടുക്കും. അതോടുകൂടി മിഡിൽ ഈസ്റ്റ്, വെസ്റ്റ് ഏഷ്യയുടെ ജിയോ പൊളിറ്റിക്സിന് ഇതോടുകൂടി ഒരു പരിസമാപ്തി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ ഏകദേശം 1 വർഷം മുമ്പ് പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഹിസ്ബുള്ളയെ തീർത്ത് കഴിഞ്ഞ്, ഹമാസിനെ തീർത്ത് കഴിഞ്ഞ് ഹിസ്ബുള്ളയെ തീർക്കും. ഹിസ്ബുള്ള തീർക്കുക, അതിൻ്റെ കൂടെ ലെബനൻ തീർന്നു പോകും. പിന്നീട് ഈ ഹിസ്ബുള്ളയെ തീരുമ്പോൾ ഉറപ്പായിട്ടും സിറിയ, കാരണം സിറിയയുടെ ഫ്രണ്ട് ലൈൻ എന്ന് പറയുന്നത് ഹിസ്ബുള്ളയാണ്. അതേപോലെ തന്നെ ഇറാൻ്റെ ഫ്രണ്ട് ലൈൻ എന്ന് പറയുന്നത് ഹിസ്ബുള്ളയാണ്. നിങ്ങളെ ജിയോ പൊളിറ്റിക്സ് നോക്കണം, ഇവരുടെ പവർ എങ്ങനെയാണെന്ന്. ഇവരെങ്ങനെയാണ് പവർ ഈ പറയുന്ന പല പ്രോക്സി മിലിഷ്യ ഗ്രൂപ്പായിട്ട് ഇറാൻ ചെയ്തു വെച്ചിരിക്കുന്ന പരിപാടി. അപ്പം അന്ന് ഞാൻ പറഞ്ഞു ഇത് കൃത്യമായിട്ട്, അതായത് ഇസ്രായേൽ എന്നാണ് ഇറാനെ അറ്റാക്ക് ചെയ്തത്. ആ ദിവസത്തോടു കൂടി ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ മുഴുവനും മിലിറ്ററി കേപ്പബിലിറ്റി ഇല്ലാതായി. എന്തുകൊണ്ടാണ് ഇത്രയും സംഭവം ഉണ്ടായിട്ടും അവർ കാരണം സിറിയ എന്ന് പറഞ്ഞ രാജ്യത്തിനാകെ 3 രാജ്യങ്ങളുമായിട്ടേ ബന്ധമുള്ളൂ, അവരെ രക്ഷിച്ചിട്ടുള്ളൂ. ഒന്ന് റഷ്യ. ഇപ്പം റഷ്യയുടെ സ്ഥിതി വളരെ മോശം, അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരവിടെ ഇവിടെയൊക്കെ വന്ന് ബോംബ് ചെയ്തു, പക്ഷെ അങ്ങ് ഒന്നും പറ്റത്തില്ല. അവർ തന്നെ ആദ്യം പാക്ക് ചെയ്ത് അങ്ങ് പോയി. പിന്നീട് ഇറാന് പറ്റില്ല. കാരണം അവൻ മുഴുവനും ഡിസ്മാൻഡിൽ ചെയ്ത് പോയി, അവൻ്റെ പട്ടാളം, മിലിറ്ററി ഫെസിലിറ്റീസ്, കേപ്പബിലിറ്റി. ഇതാണ് മനസ്സിലാക്കേണ്ടത്. വാറിൻ്റെ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത് മനസ്സിലാക്കുക, ഈ HTS എന്ന് പറയുന്ന ഒരു മിലിഷ്യ ഗ്രൂപ്പാണ്, ഒരു രാജ്യത്തിൻ്റെ പട്ടാളമൊന്നുമല്ല. ഒത്തിരിയധികം ചെറുപ്പക്കാർ, കാരണം 24 വർഷമായിട്ട് ഭരിക്കുവാണ് ആസാദ്. അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ച ശേഷം കഴിഞ്ഞ 13 വർഷം കൊണ്ട് അവിടെ സിവിൽ വാറാണ്. ആസാദ് കൊന്നിരിക്കുന്ന ഏകദേശം 1.5 ലക്ഷത്തിലധികം ആളുകളെയാണ്.
അതിക്രൂരമായിട്ടാണ്. കെമിക്കൽ വെപ്പൺസ് വരെയാണ് അസാദ് ഉപയോഗിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ പേടി അതാണ്. അസാദ് എവിടെയാണ് ഈ കെമിക്കൽ വെപ്പൺ വെച്ചിരിക്കുന്നത്? കാരണം അവിടെ ഇരിക്കാൻ സാധ്യതയുണ്ട്. കെമിക്കൽ വെപ്പൺസ് വെച്ച് ഈ ശത്രുക്കളെ, അതായത് ഈ മിലിഷ്യ ഗ്രൂപ്പ്സിനെ, സ്വന്തം ജനതയ്ക്കെതിരെ ഇത് ഉപയോഗിച്ച ആളാണ്. അതായത് കെമിക്കൽ വെപ്പൺസ് ഉപയോഗിച്ച ആളാണ് അസാദ്. അത്ര ക്രൂരന്. അപ്പൊ അതിൻ്റെ പേരിൽ തന്നെ ആലോചിച്ച് നോക്കുക സംഭവങ്ങൾ എങ്ങനെ പോയി. ഈ അറബ് രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഗാസ, ഇറാന്റെ കൂടൊക്കെ നിന്നു. ഇതെല്ലാം ചിഹ്ന ഭിന്നമായി അങ്ങ് മാറി. ഇതാണ് അൾട്ടിമേറ്റ് ഉണ്ടായ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഇസ്രായേൽ ഹൈലി ഡോമിനേറ്റ് ചെയ്തു, വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് ഡോമിനേറ്റ് ചെയ്തു. ഇറാൻ എവിടെ പോയി, ലെബനൻ എവിടെ പോയി, ഹമാസ് എവിടെ പോയി, ഗാസ എവിടെ പോയി, ഹൂത്തികൾ എവിടെ പോയി. ഇനി അടുത്ത ടർക്കിയ. കാരണം അതോടുകൂടി ഇനി ടർക്കി ഒരു പാഠം പിടിച്ചു. കാരണം നാറ്റോ സഖ്യമാണ്. കാരണം അമേരിക്ക വന്നു കഴിഞ്ഞാൽ ടർക്കിക്ക് വിട്ടൊരു പാഠം കൊടുക്കും. ഉറപ്പായിട്ടും അടുത്ത ടർക്കി കയറാൻ പോവുക. ഇതോടുകൂടിയാണ് ഈ ലോകത്ത് സമാധാനം ഉണ്ടായി മതിയാകത്തുള്ളൂ. ഭീകരതയും തീവ്രതയും മതതീവ്രതയും ഈ മിഡിൽ ഈസ്റ്റിനെ നശിപ്പിച്ചു എല്ലാ രീതിയിലും. അതിൻ്റെ ഏറ്റവും വലിയ ക്ലാസിക് എക്സാമ്പിളാണ് എങ്ങനെയാണ് വളരെ നന്നായി പോയിക്കൊണ്ടിരുന്ന സിറിയ എന്ന് പറഞ്ഞ രാജ്യത്തെ, ഇവർ വേറെ ആരും ഇടപെട്ടൊന്നുമല്ല, ഷിയ സുന്നി അത് ഇത് അവർ തന്നെ ഉണ്ടാക്കി വിട്ടത്. അറബ് സ്പ്രിംഗ് അവർ തന്നെയാണ് ഉണ്ടാക്കി വിട്ടത്. അൾട്ടിമേറ്റായിട്ട് ആ രാജ്യങ്ങൾ തമ്മിലടിച്ച് തീരുമോ? ഇതാണ് ലോകം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. മിഡിൽ ഈസ്റ്റ് ഏഷ്യ, വെസ്റ്റ് ഏഷ്യയിൽ സമാധാനം ആർക്ക് കൈവരുത്താൻ സാധിക്കും? ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. ഉറപ്പായിട്ടും ഇസ്രായേലിൽ വലിയൊരു ഡോമിനേറ്റഡ് പവർ തന്നെയായി മാറി. സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അവൻ തന്നെയാണ് ഇനി ലീഡ് ചെയ്യാൻ പോകുന്ന മിഡിൽ ഈസ്റ്റ് ഏഷ്യയും വെസ്റ്റ് ഏഷ്യ. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ടായി. ഈ അസാദ് അവിടുന്ന് പോകുന്നതിന് മുമ്പ് അയാളുമായിട്ട് ഈ HTSന്റെ നേതാവ് ജൊലാനിയുമായിട്ട് നല്ല പരിചയമുള്ളത് UAE അബുദാബി കിങ്ങിനാണ്. ഇത് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തേക്കുവാണ്. ഇയാളെ, അതായത് അവിടുത്തെ കിങ്ങിനെ, നഹ്യാനെ പല ആവർത്തി വിളിച്ച് കരഞ്ഞു. ഏതെങ്കിലും രീതിയിൽ ജൊലാനിയോട് ഇനി അങ്ങോട്ട് കയറരുതെന്ന് പറയാൻ വേണ്ടി. പക്ഷെ അമേരിക്ക വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഏതായാലും അസാദ് പോയേ മതിയാകത്തുള്ളൂ, ആരും വരട്ടെ, ബാക്കിയുള്ളവരുടെ കാര്യം കണ്ടറിയാം. അത്രയും പേരെ കൊന്ന ജനങ്ങൾ മുഴുവനും വെറുപ്പിച്ചു, ലോകം മുഴുവനും വെറുപ്പിച്ചു. അയാൾ പോയേ മതിയാകത്തുള്ളൂ. കാരണം ഇയാൾ ഇറാൻ്റെയും റഷ്യയുടെ ആളാണ്. അതുകൊണ്ട് അവനെ തീർത്ത് കളയുക. അപ്പം അതിൻ്റെ പേരിലാണ് പിന്നെ പൂർണ്ണമായിട്ട് UAE ആണ് നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു, വി വോണ്ട് സപ്പോർട്ട് യു. ആ ഒറ്റ രീതിയിലാണ് അയാൾ ഉടൻ തന്നെ ഫ്ലൈറ്റ് എടുത്ത് പോയത് എന്ന് എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞ മാഗസിൻ്റെ ഫ്രണ്ട് സ്റ്റോറിയിൽ പറയുന്നുണ്ട്.